ഇന്ന് എനിക്ക് കുറച്ച് കുഞ്ഞമത്തി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് മത്തി റോസ്റ്റ് ട്രൈ ചെയ്താലോ. എന്നും മത്തിക്കറി മത്തി പൊരിച്ചതല്ലേ. മത്തിയുടെ തല തിന്ന ക്ഷീണമാണ് സിംബയ്ക്ക്. മത്തി റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മത്തിയിലോട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പെല്ലാം ചേർത്ത് മസാല പരട്ടി വയ്ക്കാം. ഇനി റോസ്റ്റിനായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം പേസ്റ്റാക്കി വയ്ക്കാം. തക്കാളി അരിഞ്ഞതും വയ്ക്കാം. തക്കാളി അരിഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയേ, അപ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഞാനും ഒരു പിടി പിടിച്ചു. അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. അതിലോട്ട് നമുക്ക് മത്തി പൊരിക്കാനിടാവേ. ആ മത്തി പൊരിച്ചത് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രം വെച്ച് അതിലോട്ട് ഈ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് സവാള ഇട്ട് കൊടുത്തു. സവാള നന്നായി ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലോട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തു. അതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി അതിലോട്ടിട്ട് അതും നന്നായി മൂക്കുന്നത് വരെ വഴറ്റിക്കൊടുത്തു. വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലകളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പെല്ലാം ഇട്ട് നന്നായി ഗ്രേവി ആവുന്നത് വരെ ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തു. അതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചു. ഗ്രേവി വേണ്ടവർക്കാണ് വെള്ളം, അല്ലാതെ ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമുള്ളവർക്ക് ഡ്രൈ ആയിട്ട് വെള്ളത്തിൻ്റെ ഓപ്ഷൻ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അതിന് ശേഷം മത്തിയിട്ട് കൊടുത്തു. പുളി വേണ്ടവർക്ക് വേണമെങ്കിൽ വാളംപുളിയോ കുടംപുളിയോ ഉപയോഗിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.